ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തികളുടെയും കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റുള്ളൊരു പെപ്പർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 600 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ആദ്യമായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് നേരം ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് തരിയായിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കുരുമുളക് തരിയായിട്ട് തന്നെ പൊടിക്കണം, ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ചിക്കൻ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് വേകണമെന്നില്ല, ഒരു 1/4 ഭാഗം വെന്താൽ മതി. ആ സമയം കൊണ്ട് ചിക്കൻ്റെ പുറം ഭാഗമെല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മളിപ്പം ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കിയുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സവോളയൊക്കെ വഴറ്റിയെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ കുറച്ച് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ സവാള നീളത്തിലരിഞ്ഞതും 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്. പെരുംജീരകം ഫ്രഷായിട്ട് പൊടിച്ചാൽ മതി, ചൂടാക്കണ്ട. 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, നല്ല ജീരകം പൊടിച്ചത്. ഇനി ഇത് 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനിയാണ് ഈ കറിയിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കറിയുടെ പ്രത്യേകത, തക്കാളി നമ്മൾ വഴറ്റത്തില്ല. ഞാനിവിടെ 2 മീഡിയം സൈസ് തക്കാളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന നേരത്ത് ഉപ്പ് ചേർത്തായിരുന്നു, അപ്പോൾ പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് തരിയായിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. തരിയായിട്ട് പൊടിച്ച് ചേർക്കുന്നതിന് പ്രത്യേകം ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു ഈസി റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.